വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കർണാടകയിൽ നമ്മളൊരു ട്രിപ്പായിട്ട് പോയി കഴിഞ്ഞാൽ കർണാടക ആർടിഒക്ക് അല്ലെങ്കിൽ പോലീസിന് നമ്മൾ കൊടുക്കേണ്ട കൈക്കൂലികൾ ലക്ഷങ്ങളല്ല, ഒരു സീസണിൽ കോടികളെ കൈക്കൂലിയാണ് ഇവർ കൈപ്പറ്റുന്നത്. വെറും 16,000 സംതിങ് മാത്രം ടാക്സ് ഉള്ള ഒരു ബസ്സിന്റെ കയ്യിൽ നിന്ന് 22,000 രൂപയാണ് ഈ ആർടിഒ കൈപ്പറ്റുന്നത്. ഇത് ഗുണ്ടൽപേട്ട ആർടിഒന്റെ ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ ഒരു ലേഡി ഉണ്ട്, ഇവൾ പ്രതിദിനം ലക്ഷങ്ങളാണ് കൈക്കൂലിയായിട്ട് കളക്ട് ചെയ്യുന്നത്. ടാക്സ് പോലും അടയ്ക്കാത്ത ഓൾ ഇന്ത്യ പെർമിറ്റ് ബസ്സിന് 2,500 അടയ്ക്കണം. വെറും 16,000 സംതിങ് അടയ്ക്കേണ്ട കേരള ബസ്സിന് 4,000 രൂപ കൈക്കൂലി കൊടുക്കണം. ഇനി ആർടി വിടട്ടെ, പോലീസിലോട്ട് വരാം. ഇത് നമ്മുടെ മൈസൂരിന്റെ എൻട്രൻസ് ആണ്. RNC മാർക്കറ്റ് കഴിഞ്ഞ് നമ്മുടെ സുഗവനത്തിന്റെ അവിടെ കാക്കിയിട്ടിട്ട് മൈസൂർ പോലീസ് ഇപ്പോൾ ഉണ്ട്. വൈറ്റ് ഷർട്ട് ഇട്ടാണ് നിൽക്കുന്നത്, ട്രാഫിക് പോലീസ് ആണ്. ഇവന് കേരള ബസ് കണ്ട 500 രൂപ കൊടുക്കണം. ഇനി സീറ്റ് ബെൽറ്റ് ഇടട്ടെ, ഇല്ലേ വണ്ടിക്കകത്ത് ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, നമ്മളെ മാക്സിമം ബുദ്ധിമുട്ടിക്കും. 500 1000 ചോദിക്കും, 500 കൊടുത്തില്ലേ ബസ് വിടത്തില്ല. അവിടെ മാത്രമല്ല, മൈസൂർ പാലസ് ചെയ്യുമ്പോഴും ഇതേപോലെയാണ്. കർണാടകയിലോട്ട് കയറി കഴിഞ്ഞാൽ കാക്കിയിട്ട ഏവനും നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്ന്. ഇത് ബസ്സിന് മാത്രമല്ല, ലോറിക്കായാലും തമിഴ്നാട് ബസ്സിനും ഇതേ അവസ്ഥയാണ് ഉള്ളത്. ഇനി അത് വിട്ടിട്ട് കൂർഗിലോട്ട് പോകുമ്പോഴത്തേനും ഇത് ഞാൻ ബാംബു ഫോറസ്റ്റിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ശരിക്കും ടാക്സ് അടയ്ക്കേണ്ട വണ്ടിയല്ല ഞങ്ങളുടെ ഓൾ ഇന്ത്യ പെർമിറ്റ്, പക്ഷെ അതിന് 2,000 രൂപ ഞാൻ ഫൈൻ കൊടുക്കണം. പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നുള്ള ഭീഷണിയാണ്. ആ വണ്ടീന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വൈറ്റ് ഷർട്ട് ഇട്ട ആ ഒരു ഫുണ്ടാമോനില്ലേ, അവന് നല്ലപോലെ മലയാളം അറിയാം. ആ വണ്ടീന്റെ താക്കോലും മേടിച്ചിട്ട് അങ്ങ് പോയി കേട്ടാ. നമ്മളെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ കൈക്കൂലി കൊടുക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. 1ഉം 2ഉം ബസ്സല്ല ഒരു ദിവസം കർണാടകയിലോട്ട് വരുന്നത്. ലക്ഷങ്ങളാണ് ഇവർ ഈ ബസ്സിന്റെ ഈ കാണുന്ന ഈ കാറിനകത്ത് മാത്രം ഇവർ കൈക്കൂലിയായിട്ട് കളക്ട് ചെയ്തത്. പുതിയ സിസ്റ്റം എങ്ങനെയാണ്? ഫോൺ ആദ്യമേ മേടിച്ച് വെക്കും. കാര്യം ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമെന്ന് മേടിച്ചിട്ട് ഫോൺ ചരിച്ച് വെച്ചിട്ട് നമ്മുടെ RC ബുക്ക് ലൈസൻസിന്റെ ഇടയിൽ വേണം ഇവൻ 1000 രൂപ തിരികെ വയ്ക്കാൻ. വെറും 16,000 രൂപ ടാക്സ് അടിക്കേണ്ടവൻ 22 കൊടുത്തേ പറ്റൂ. ഇനി ഓൾ ഇന്ത്യ ആണെങ്കിൽ 1000 അല്ലെങ്കിൽ 2,000 കൊടുക്കണം. നോർമൽ ടാക്സ് അടച്ച വണ്ടിയാണെങ്കിൽ 500 കൊടുക്കണം. ഓൺലൈനായിട്ട് ടാക്സ് അടിച്ച ഇവരത് അംഗീകരിക്കത്തില്ല. ശരിക്കും ഈ ഒരു സിസ്റ്റത്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തേ ഇല്ല. ശരിക്കും കർണാടകയിൽ ഇതിനെ തടയാൻ ഒരു അതോറിറ്റി ഇല്ല. ഇത് വർഷങ്ങൾ കൊണ്ട് ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആ മൈസൂരത്തെ ആർടിഒ ലേഡിയൊക്കെ പ്രതിദിനം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സിസ്റ്റം അവസാനിപ്പിക്കണം. നമ്മുടെ അസോസിയേഷൻ ഒന്നും ഇതിനെതിരെ സംസാരിക്കുന്നില്ല. ഇനി ബസ്സുകാർ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മാക്സിമം ഇവർ നമ്മളെ ബുദ്ധിമുട്ടിക്കും. കാര്യം നമ്മളെയും കസ്റ്റമറെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി കിലോമീറ്റർ റേറ്റിൽ കർണാടക ട്രിപ്പ് എടുത്തായിരുന്നു. വെറും 20 പേരുമായിട്ട് പോയ ട്രിപ്പിൽ 7,000 രൂപ ലാഭമുള്ള ട്രിപ്പിൽ ഞാൻ 6,000-ഓളം രൂപ ആർടിഒക്കും പോലീസിനും കൈക്കൂലി കൊടുത്ത്. ഇതേപോലെയാണ് ഓരോ ബസ് മുതലാളിമാരുടെ അവസ്ഥ. ഇവർ മൊത്ത വാടകയ്ക്ക് ബസ്സുമായിട്ട് പോകും. ആർടിഒക്ക് ഫൈൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, കൈക്കൂലി കൊടുക്കേണ്ടത് 5,000, 6,000, 7,000, 10,000 രൂപയാണ്. ഇതിനൊരു മാറ്റം വേണം. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. ഇനി നിങ്ങൾ കൈക്കൂലി കൊടുക്കുന്ന വീഡിയോകൾ എടുക്കുക, ആ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അയച്ചാൽ, എനിക്ക് അത്യാവശ്യം കർണാടകയിൽ അറിയാവുന്ന ബ്ലോഗർമാരുണ്ട്, അവരെ കൊണ്ട് വീഡിയോ ചെയ്യണം, ന്യൂസിന് അയച്ചു കൊടുക്കണം. എന്തായാലും ഇതിന് ഇനി തുടരാൻ പറ്റത്തില്ല. അത്ര വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും പ്രതികരിക്കുക.